പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇറാൻ കപ്പൽ കൊച്ചിയിൽ. IRIS ലാവനാണ് മട്ടാഞ്ചേരി വാർഫിന് സമീപം കോൾബർത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, യുദ്ധ സാഹചര്യത്തിൽ, ഈ ആക്രമണങ്ങളുടെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കപ്പൽ അവിടെ നങ്കൂരമിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് തുടങ്ങിയ ആശങ്കകളും ചോദ്യങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്നാലും ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തത വരുത്തിയിട്ടുണ്ട്. 28-ാം തീയതിയാണ് വിശാഖപട്ടണത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മടങ്ങുകയായിരുന്ന IRIS ലാവന് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ഇറാൻ ഇവിടെ അടുപ്പിക്കാൻ സഹായം അഭ്യർത്ഥിച്ചു. മാർച്ച് 1-ാം തീയതി ആ സഹായം അംഗീകരിച്ചു. കൊച്ചിയിൽ അടുപ്പിക്കാനാണ് അനുമതി നൽകിയത്. ഇതിനെ തുടർന്ന് മാർച്ച് 4-ന് ഇറാന്റെ കപ്പൽ ഇവിടെ എത്തി. മറ്റ് സാഹചര്യങ്ങളിലൂടെയല്ല ഇറാൻ കപ്പൽ ഇവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഉള്ള സഹായം അഭ്യർത്ഥിച്ചപ്പോഴാണ് ഇവിടെ അടുപ്പിക്കാനായിട്ട് ഇന്ത്യ അനുമതി നൽകിയത്. ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇതിൽ 183 നാവികർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അവരെ ഇന്ത്യൻ നാവികസേനയുടെ സംവിധാനത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. എപ്പോൾ ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് നമ്മുടെ തീരം വിടും എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. കാരണം നിലവിൽ നമുക്കറിയാം ഇറാൻ ഒരു യുദ്ധത്തിന്റെ മുന്നിലാണ്. അതുകൊണ്ട് അവരുടെ ഒരു കപ്പൽ അമേരിക്ക തകർക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ ഈ പടക്കപ്പൽ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കുറേ ദിവസങ്ങൾ ഈ ലാവൻ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ത്യ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സാങ്കേതിക പ്രശ്നം എന്നത്തേക്ക് പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പരിഹരിച്ചാൽ എന്നത്തോടെ ഈ തീരം വിടാൻ കഴിയും. എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. മട്ടാഞ്ചേരി വാർഫിന് സമീപത്തെ കോൾ ബർത്തിലാണ് ഇപ്പോൾ IRIS ലാവൻ ഉള്ളത്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറ്റുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും 4-ാം തീയതി മുതൽ ഈ കപ്പൽ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കപ്പലിന് അതീവ സുരക്ഷയാണ് ഇന്ത്യൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കപ്പലിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? അവർക്ക് പുറത്തിറങ്ങാനുള്ള അനുമതി ഉണ്ടോ? അനുമതി എടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ അവർക്ക് കപ്പലിന് പോലെ, അതായത് ലാവനിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാവികസേന സംവിധാനത്തിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് ആ സംവിധാനത്തിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി നൽകിയിട്ടില്ല. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇറാനിയൻ നാവികർ പുറത്തിറങ്ങുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സുരക്ഷിതമായി നാവികസേന ആസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. കപ്പലിന്റെ ഈ ലാവന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ അവരെ പുറത്തേക്ക് വിടുകയുള്ളൂ. അതുവരെ അവരെ നാവികസേന, നമ്മുടെ ദക്ഷിണ നാവിക കമാൻഡിന്റെ ഉള്ളിൽ തന്നെ പാർപ്പിക്കും എന്നുള്ളതാണ് നാവികസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അവരുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന സമയത്താണ് ദേനയെ അമേരിക്ക ടോർപിഡോ വെച്ച് തകർത്തത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് സുരക്ഷയാണ് വളരെ പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് അവരെ നാവികസേന ആസ്ഥാനത്ത്, ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് തന്നെ പാർപ്പിക്കും. ഇത് പടക്കപ്പലാണോ അതോ ചരക്ക് കപ്പലാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ഇത് വിശാഖപട്ടണത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത കപ്പലാണ്. വലിയൊരു പടക്കപ്പലല്ല. അപ്പോൾ ആ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങിപ്പോകുമ്പോഴാണ് ഈ സാങ്കേതിക പ്രശ്നം കണ്ടത്. അതുകൊണ്ടാണ് ഇവിടേക്ക് അടുപ്പിച്ചത്. കാരണം സാങ്കേതിക പ്രശ്നവുമായിട്ട് പിന്നെ ഇറാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു യുദ്ധമുഖത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അടിയന്തര ആവശ്യമായി ഇന്ത്യയെ സമീപിക്കുകയും ഇന്ത്യ ആ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തത്. കാരണം ഇന്ത്യ ആതിഥ്യം വഹിച്ച ഒരു ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത കപ്പൽ കൂടിയാണ്. അപ്പോൾ ഇന്ത്യക്ക് അത്തരത്തിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സൗഹൃദ രാജ്യം കൂടിയാണ് ഇറാൻ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഡോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നങ്കൂരമിടാൻ ഈ ലാബിന് ഇന്ത്യ അനുമതി നൽകിയത്. 4-ാം തീയതി മുതൽ ഇവിടെ സുരക്ഷിതമായി കൊച്ചിയിലെ തീരത്ത് സുരക്ഷിതമായി ഈ ലാബനുണ്ട്. അത് തുടർന്നും സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന ഉറപ്പ്. ആ നാവികരും ഇന്ത്യയിൽ സുരക്ഷിതരാകും. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ അതിഥികളായി എത്തിയവരാണ്. ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ സാങ്കേതിക പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ കൊച്ചിയിൽ നങ്കൂരമിട്ട കപ്പലാണ്. അതിലെ ജീവനക്കാരെയൊക്കെ
നേവിയുടെ ആസ്ഥാനത്തേക്ക് അവരുടെ ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുരക്ഷിതരാണ്. നമ്മുടെ രാജ്യത്ത് ഒരാൾ വന്ന് സഹായം ചോദിച്ചാൽ സഹായിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇന്ത്യ ഒട്ടും പിന്നോട്ട് പോകില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ എല്ലാ തരത്തിലും ചേർത്ത് പിടിക്കുകയാണ് ആ ജീവനക്കാരെ. അവരുടെ ഭാഗത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ യുദ്ധമാണ്. ആ സാഹചര്യത്തിലേക്ക് സാങ്കേതിക തകരാറുള്ള ഈ കപ്പലുമായി അവർക്ക് ചെന്നെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കരുതൽ ഇന്ത്യ നൽകുന്നത്. നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിയവരാണ്.